സമൂഹമാധ്യമങ്ങളുടെ പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കയെ റിമാൻഡ് ചെയ്തു. പുലർച്ചെ കണ്ണൂരിൽ നിന്നായിരുന്നു ആയങ്കയെ പിടികൂടിയത്. പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷമാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. KG ശ്രീജിത്ത് ഉണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്നാലും അർജുൻ ആയങ്കയെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയെ ഈ സമൂഹ മാധ്യമങ്ങൾ വഴി ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പരിഹസിക്കുകയും ചെയ്ത കേസിലാണ് ഇപ്പോൾ അർജുൻ ആയങ്കയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചെയായിരുന്നു അർജുൻ ആയങ്കയെ പിടികൂടിയത്. അതിനുശേഷം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ ആയങ്കയെ എത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു. ഈ സമൂഹ മാധ്യമങ്ങളിൽ ആദ്യം ആഭ്യന്തരമന്ത്രിയെ ഇത്തരത്തിലൊരു അധിക്ഷേപിക്കുകയും അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അത് പിന്നീട് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആ കേസിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഇന്നലെ 2 മണിയോടുകൂടിയാണ് അർജുൻ ആയങ്കയെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് തുടർച്ചയായി തന്നെ ചോദ്യം ചെയ്യലുണ്ടാകുന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയായിരുന്നു പോലീസ് ഈ കേസുമായി മുന്നോട്ട് പോയത്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തുക, അതോടൊപ്പം തന്നെ കലാപാഹ്വാനം അടക്കമുള്ള ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു. അതിനുശേഷമായിരുന്നു ഈ മജിസ്ട്രേറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരം ഗുരുതരമായി തന്നെ കുറ്റകൃത്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ അർജുൻ്റെ അഭിഭാഷകർ എന്തായാലും ജാമ്യാപേക്ഷ നൽകിയിട്ടില്ല. അങ്ങനെ ഒരു നീക്കവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 14 ദിവസത്തേക്കാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ണൂർ സൈബർ പോലീസിൻ്റെ കേസാണ്. ഇനിയും മറ്റു കേസുകളുണ്ട്. ഇനി പ്രധാനമായും വരാനുള്ള കേസുകൾ എറണാകുളം കേന്ദ്രീകരിച്ചുള്ളതാണ്. കോതമംഗലത്തുണ്ട്, ഊന്നുകാലിലുണ്ട് അടക്കം വിവിധ സ്റ്റേഷനുകളിൽ പരാതികളുണ്ട്. ആ പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള കേസുകളും നാളെ അവിടെ നിന്നുള്ള ഈ പോലീസ് സംഘം ഈ കോടതിയിലെത്തി അപേക്ഷ നൽകും. റിമാൻഡിൽ ഈ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള അപേക്ഷകൾ നൽകും. അങ്ങനെ വലിയൊരു നടപടിക്രമം തന്നെയാണ് അർജുൻ ആയങ്കയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആദ്യത്തെ കേസിൽ തന്നെ അർജുൻ ആയങ്കയ്ക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അർജുനുമായി ബന്ധപ്പെട്ട് പലരും പ്രതീക്ഷിച്ചിരുന്നത്, അഭിഭാഷകർ ഉൾപ്പെടെ പ്രതീക്ഷിച്ചിരുന്നത് ഈ കേസിൽ ജാമ്യം ലഭിക്കുമെന്നാണ്. കാരണം ഇതൊരു സൈബർ കുറ്റകൃത്യം മാത്രമാണ്. ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഭീഷണിപ്പെടുത്തി, സമൂഹ മാധ്യമങ്ങൾ വഴി ഭീഷണിപ്പെടുത്തി എന്നൊരു കുറ്റം മാത്രമായിരുന്നു എങ്കിൽ ഇനി വരാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേസുകൾ. ഒന്ന് ഊന്നുകാൽ SHOയെ ഭീഷണിപ്പെടുത്തുന്നു, അതോടൊപ്പം തന്നെ കോതമംഗലം CAയെ ഭീഷണിപ്പെടുത്തുന്നു അടക്കമുള്ള ഗുരുതരമായ കേസുകളാണ് ഇനി അർജുൻ ആയങ്കയെ കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കാപ്പ ചുമത്തുന്നത് അടക്കമുള്ള നീക്കങ്ങളും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇന്ന് രാവിലെ തന്നെ അത് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയ ഈ വിജയൻ ഉൾപ്പെടെ അത് വ്യക്തമാക്കിയിരുന്നു. ഈ ഗുണ്ടകൾക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ അർജുനുമായി ബന്ധപ്പെട്ട് സഹായിച്ചവരെയും ഒരു ഭാഗത്ത് പോലീസ് പിടികൂടുന്നുണ്ട്. ജിതിൻ, സുഭാഷ് അടക്കമുള്ളവരെ പിടികൂടിയിരുന്നു. ഇവരായിരുന്നു കണ്ണൂരിൽ അർജുൻ ആയങ്കയ്ക്ക് സഹായങ്ങൾ നൽകുകയും കാർ നൽകുകയും ചെയ്തിരുന്നത്. ജിതിൻ്റെ കാറിലായിരുന്നു അർജുൻ ആയങ്കി രക്ഷപ്പെട്ടത്. അങ്ങനെ വിവിധ സഹായങ്ങൾ നൽകുന്നവരെയും പോലീസ് ഒരു ഭാഗത്ത് പിടികൂടുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു, നിയമ നടപടികൾ സ്വീകരിക്കുന്നു, കൃത്യമായി ചോദ്യം ചെയ്യലുണ്ടാകുന്നു. ഇനി എന്തായാലും വരും ദിവസങ്ങളിൽ അർജുൻ ആയങ്കി കണ്ണൂർ സബ് ജയിലിലായിരിക്കും. ശ്രീജിത്ത്, എന്തായാലും ഇപ്പോൾ അർജുൻ ആയങ്കയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി മറ്റ് വകുപ്പുകൾ ചേർത്തുള്ള അന്വേഷണം അടക്കം ഏത് രീതിയിലായിരിക്കും നടക്കുക? മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം അടക്കം ഇതിൻ്റെ ഭാഗമായി ആയിരിക്കുമോ പുരോഗമിക്കുക? തീർച്ചയായും എറണാകുളത്ത് നിന്നുള്ള പോലീസ് സംഘം അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അവർ നാളെ ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഈ കസ്റ്റഡി അപേക്ഷ നൽകും. കാരണം ഞാൻ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളത്തും ഈ അർജുൻ ആയങ്കയ്ക്കെതിരെ കേസുണ്ട്. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നാളെ തന്നെ ഈ മജിസ്ട്രേറ്റിന് മുന്നിൽ ഈ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള നീക്കങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസിനേക്കാൾ പ്രധാനപ്പെട്ട കേസുകളാണ് ഇനി അർജുൻ ആയങ്കയെ കാത്തിരിക്കുന്നത്. കാരണം ഈ SAയെ ഭീഷണിപ്പെടുത്തുക അടക്കമുള്ള പ്രധാനപ്പെട്ട കേസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ കാലം, അതിനിടയ്ക്ക് തന്നെ ഞാൻ തുടക്കം പറഞ്ഞതുപോലെ തന്നെ കാപ്പ കേസും വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ കാലമായിരിക്കും ഇനി ജയിലിൽ തന്നെ തങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ അർജുൻ ആയങ്കയുമായി ബന്ധപ്പെട്ട് കാണുന്നത്. എന്തായാലും പോലീസും ഇതൊരു അഭിമാന പ്രശ്നമായി തന്നെയാണ് എടുത്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള നീക്കങ്ങളുണ്ടാകുന്നു. അതിൻ്റെ വിവിധ
വകുപ്പുകൾ ചുമത്തുന്നുണ്ട്. പുതിയ കേസുകൾ എടുക്കാനുള്ള തയ്യാറെടുപ്പുണ്ട്. അത് ഇന്ന് രാവിലെ തന്നെ ഈ ADGP തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് 23-ലധികം കേസുകളാണുള്ളത്. ഇതിൽ വധശ്രമം, അതോടൊപ്പം തന്നെ തട്ടിക്കൊണ്ടുപോകൽ, സ്വർണം പൊട്ടിക്കൽ അടക്കമുള്ള ഗുരുതരമായ കേസുകളുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായി തന്നെ നടപടിയെടുക്കും, പുതിയ കേസുകൾ എടുക്കും. ആ കേസുകളിൽ കൃത്യമായി തന്നെ കാപ്പ അടക്കമുള്ളവ പരിശോധിക്കുന്നുണ്ട്. അത് കളക്ടറിന് റിപ്പോർട്ട് നൽകും. ഈ പ്രതി 2012 മുതൽ തന്നെ സ്ഥിരം കുറ്റവാളിയാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ട് ഉൾപ്പെടെ കളക്ടറിന് കൈമാറാനുള്ള നീക്കങ്ങളും ഒരു ഭാഗത്ത് തുടരുകയാണ്. എന്തായാലും അർജുൻ ആയങ്കിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളും ഒളിവിലിരുന്ന് ഭീഷണിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. ഇനി എന്തായാലും നിയമവുമായി ബന്ധപ്പെട്ടായിരിക്കും, നിയമത്തിൻ്റെ വഴിയായിരിക്കും അർജുൻ ആയങ്കിക്ക് പോകാൻ കഴിയുക. അതിനിടയിലും ഇന്നും അർജുൻ ആയങ്കി പരിഹാസവുമായെല്ലാം രംഗത്ത് വരുന്ന നാം കണ്ടിരുന്നു. അർജുൻ ആയങ്കിയെ പിടികൂടിയപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ മാധ്യമങ്ങളോട് ചോദിച്ചത് ഈ മത്സ്യത്തൊഴിലാളികളെ കിട്ടിയിരുന്നോ എന്ന ചോദ്യം ഉന്നയിക്കുന്നു. അങ്ങനെ ഈ പിടിയിലായ ശേഷവും അർജുൻ ആയങ്കി പരിഹാസം തുടരുന്നുണ്ട്. ആ പരിഹാസം തുടരുമ്പോഴും അർജുൻ ആയങ്കിയുടെ 2 സഹോദരങ്ങളെ മെനഞ്ഞാന്നും ഇന്നുമായി അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച നാം കണ്ടിരുന്നു. എന്തായാലും സമൂഹ മാധ്യമങ്ങളുടെ പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുകയായിരുന്നു അർജുൻ ആയങ്കി. അതിനുശേഷം ഇന്ന് പുലർച്ചെ 2:30 അതിസാഹസികമായി തന്ത്രങ്ങൾ മെനഞ്ഞ് തന്നെയാണ് പോലീസ് അർജുൻ ആയങ്കിയെ വലവിരിച്ച് പിടിക്കുന്നത്. കണ്ണൂരിൽ നിന്നായിരുന്നു ആയങ്കിയെ പിടികൂടുന്നത്. പിന്നീട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ഇപ്പോൾ എന്തായാലും 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണവും തുടർ നടപടിയും വരും ദിവസങ്ങളിലടക്കം ഉണ്ടാകും. KG ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. അർജുൻ ആയങ്കിയെ തേടി പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ CPM ലോക്കൽ സെക്രട്ടറിയുടെ വീട്ടിൽ രാത്രിയിൽ പരിശോധന നടത്തി പോലീസ്. CPM മല്ലപ്പള്ളി ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി നിതിൻ കുമാറിന്റെ പാടിമൺ കാട്ടാമലയിലെ വീട്ടിലാണ് പരിശോധന നടന്നത്. തൊട്ടടുത്തുള്ള CPM പ്രവർത്തകരുടെ വീടുകളിലും പരിശോധന നടന്നു. പാടിമണിൽ രാത്രി 12:15 മുതൽ 1:30 വരെയാണ് പരിശോധന നടന്നത്. കീഴ്വായ്പൂർ, പെരുമ്പട്ടി, തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ആയങ്കിയെ പിടികൂടാനുള്ള പ്രത്യേക സ്ക്വാഡും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. അർജുൻ ആയങ്കിയെ തേടിയാണ് എത്തിയതെന്ന് പോലീസ് നാട്ടുകാരോട് പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 10:30 ആയപ്പോഴാണ് ആദ്യം കീഴ്വായ്പൂർ പോലീസ് ഇവിടെ എത്തുന്നത്. കീഴ്വായ്പൂർ പോലീസ് എത്തിയപ്പോൾ തന്നെ നമ്മൾ കാര്യം പറഞ്ഞതാണ്, ഇവിടെ അർജുൻ ആയങ്കി എത്തിയിട്ടില്ല. ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും പാവപ്പെട്ട ആളുകളാണ്. അവർക്കാർക്കും അർജുൻ ആയങ്കിയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം പറഞ്ഞതാണ്. അതിനുശേഷമാണ് 8 വണ്ടി പോലീസ് ഒരു 12:30 ആയപ്പോഴത്തേന് എത്തുന്നതും ഇവിടെയുള്ള വീടുകളെല്ലാം കയറി സെർച്ച് ചെയ്യുന്നതും. സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വീടുകൾ തെരഞ്ഞുപിടിച്ചവർ കയറി ഇടിച്ചു കയറിയാണ് മുഴുവൻ വീടുകളിലും സെർച്ച് ചെയ്തത്. എല്ലാ മുറിയും കയറി സെർച്ച് ചെയ്തിട്ടാണ് ഇവിടെ DYFI പ്രവർത്തകർ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് 4 വീട് കയറി അവര് സെർച്ചിങ് നിർത്തി തിരിച്ചു പോയത്. എന്റെ വീട്ടിൽ ഞാൻ ഇന്നലെ ഒരു 12:30 ആയപ്പോഴത്തേന് കുറെ 10-15 പോലീസുകാരെല്ലാം കൂടെ കയറി വന്ന് ഉറങ്ങിക്കിടന്ന പിള്ളേരെ കട്ടിലേന്ന് വലിച്ചു പോക്കി അതുങ്ങൾ പേടിച്ചിറങ്ങി മുറ്റത്തിറങ്ങി നിൽക്കുവായിരുന്നു. വീടിൽ അടുക്കളയെ തപ്പുന്നു, മുറിക്കകത്ത് തപ്പുന്നു, കട്ടിലിന്റെ കീഴെ തപ്പുന്നു. എന്താന്ന് ചോദിച്ചിട്ട് ഇവരൊന്നും പറയുന്നില്ല. നമ്മളും ആകപ്പാടെ പേടിച്ച് വിഷമിച്ച് നിൽക്കുവാണ്. ഞാൻ എന്റെ 2 കുഞ്ഞുങ്ങളെ അങ്ങോട്ട് ഞാൻ തന്നെ താമസിക്കുക. ഞാൻ രാത്രി വന്ന് കുറെ പോലീസുകാർ വന്ന് കയറി കഴിയുമ്പോൾ നമ്മൾ എന്തോ പറയുന്നത്. മല്ലപ്പള്ളിക്കടുത്ത് ഈ 60ഓളം വീടുകളുള്ള ഈ പ്രദേശത്ത് പോലീസ് നടത്തിയത് നരനായാട്ടാണ്. അർജുൻ ആയങ്കി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ നരനായാട്ട് പോലീസ് സംഘടിപ്പിച്ചത്. സത്യത്തിൽ അർജുൻ ആയങ്കി 9 മണിയോടുകൂടി തന്നെ എവിടെയുണ്ടെന്ന് പോലീസ് ലൊക്കേറ്റ് ചെയ്തതാണ് ഇന്നലെ രാത്രി. ഇവിടെ നടന്ന് അതിനുശേഷം രാത്രി 11:30 ശേഷമാണ് പോലീസ് ഇവിടെ എത്തിയത്. ആദ്യം ഒരു പോലീസ് വാഹനം വരുന്നു, പിന്നീട് 8 പോലീസ് വാഹനങ്ങളിലായിട്ടാണ് 60ഓളം പോലീസുകാർ ഇവിടെ വരുന്നത്. ഇവിടെ പോലീസിന്റെ റെയ്ഡ് ഷൂട്ട് ചെയ്യുന്നു എന്ന് അറിഞ്ഞപ്പോഴാണ് പോലീസ് റെയ്ഡ് നിർത്തിയത്. CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുതിന്റെ വീടാണ് ആദ്യം റെയ്ഡ് ചെയ്തത്. അപ്പോൾ അത് രാഷ്ട്രീയ പകപോക്കലാണ്, രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. SFIയുടെ ഏരിയ പ്രസിഡന്റ് രാഹുലിന്റെ വീടാണ് 2ാമത് റെയ്ഡ് ചെയ്തത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകളാണ്. അവിടെ വീടിന് കഥ
കതകിന്റെ ജനലില്ല. അവിടെ എരച്ച് യാതൊരു അനുവാദവും ഇല്ലാതാണ് എരച്ച് കയറിയിരിക്കുന്നത്. തൊട്ടിപ്പുറത്തെ തങ്കമണിയുടെ വീട് ചവിട്ടിപ്പൊളിച്ചാണ് അകത്ത് കയറിയിരിക്കുന്നത്. ശുദ്ധ ക്രിമിനൽ നടപടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒരു ക്രിമിനൽ സംഘത്തിനും ഗുണ്ടാ സംഘം പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ഇവിടെ പോലീസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിയമം നോക്കാൻ ആളില്ലേ? നിയമം സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ ഇവിടെ നിയമലംഘനം നടത്തിയിരിക്കുകയാണ്. കുട്ടികൾ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ഈ 60ഓളം വീടുകൾ, ആ വീടുകളിൽ മുഴുവൻ ഇന്നലെ രാത്രി അവിടെ ഒരു തങ്കമണി ആവർത്തിക്കാനുള്ള സമീപനമാണ് പോലീസ് ഇവിടെ ആസൂത്രണം ചെയ്ത് വന്നത്. ഒരു സംശയം അക്കാര്യത്തിലുമില്ല. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ പ്രതികരണമാണ് കേട്ടത്. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. ആയങ്കിയെ കയ്യിൽ കിട്ടിയതിനു ശേഷം നടത്തിയ പരിശോധന ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്തതാണ് എന്നടക്കമുള്ള കാരണങ്ങളാണ് അദ്ദേഹം പറയുന്നത്.